നമസ്കാരം. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നല്ല വരുമാനമുണ്ടെങ്കിലും മാസാവസാനമാകുമ്പോൾ ഒന്നിനും പണം തികയാത്ത അവസ്ഥയിലാണ് വരുന്നത്. ഇതിനെന്താണ് കാരണം? കുടുംബത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് എത്രത്തോളം ആളുകൾ ഇന്ന് ബോധവാന്മാരാണ്? ഒരു കുടുംബത്തിൽ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇത്തരം നമ്മളുടെ സാമ്പത്തികമായ സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയും സാമ്പത്തിക പരിശീലകയുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കൊച്ചുറാണി ജോസഫാണ്. നമസ്കാരം മാഡം. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടാകും? കുടുംബത്തിലെ കാര്യങ്ങൾ വ്യക്തമായി ആസൂത്രണം ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെല്ലാമാണ്? ഒന്ന് വിശദീകരിക്കാമോ? നല്ല ചോദ്യം. പ്രത്യേകിച്ച് ആ ചോദ്യത്തിലെ ആസൂത്രണം എന്നുള്ള വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സാമ്പത്തിക ആസൂത്രണം, ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലേ? കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഈ പ്ലാനിങ് ഇല്ലായ്മയാണ്. ഇഫ് യു ഡോണ്ട് പ്ലാൻ യു വിൽ ഫെയിൽ എന്നാണ് പറയുന്നത് അല്ലേ? യു ഫെയിൽ ടു പ്ലാൻ ആൻഡ് യു പ്ലാൻ ടു ഫെയിൽ. രണ്ട് സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആസൂത്രണം നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണമെങ്കിൽ പണത്തോടുള്ള സമീപനം ശരിയാകണം. ദ അപ്രോച്ച് ടുവേഡ്സ് മണി. പല രീതിയിലാണ് മനുഷ്യൻ പണത്തെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ അപ്രോച്ച് പഠിച്ചാലേ നമുക്ക് ബഡ്ജറ്റ് ശരിയാവുകയുള്ളൂ. ചിലർ പണത്തെ വർജിക്കുന്നവരാണ്. വർജിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തിന്മയാണ് അല്ലെങ്കിൽ പണം പിശാചാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് വലിയ ബോധേടാകണ്ട, അത് വരും പോകും, പണിയെടുത്ത് വെച്ച് കാണാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പണത്തെ വലിയ കാര്യമായിട്ട് കരുതാത്തവർ. സത്യത്തിൽ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒന്നും എത്താത്തവരുടെ ഡയലോഗാണിത്. പണത്തെ ഇങ്ങനെ അത് എന്തിനാണ് നിങ്ങൾ പണത്തെക്കുറിച്ച് സംസാരിക്കണത്, എന്തിനാണ് പണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യണത്, അത് പണിയെടുത്ത് വെച്ച് കാണാം എന്ന് പറയുന്നു. രണ്ടാമതൊരു കൂട്ടരുണ്ട്, പണത്തെ ആരാധിക്കുന്നവർ. പണമാണ് സർവസ്വവും, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. അവരിടയ്ക്കിടയ്ക്ക് നോട്ട് എണ്ണി നോക്കും, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആഭരണങ്ങളോ മറ്റു പലതൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കും. താക്കോലൊക്കെ, പണപ്പെട്ടിയുടെ താക്കോലൊക്കെ തലേണൻ്റെ അടി വെച്ചിട്ട് രാത്രിയിലൊന്ന് തപ്പി നോക്കും. ഒരു പണത്തെ ആരാധിക്കുന്നവരാണ്. രണ്ടും പ്രശ്നമാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, പണത്തെ പൊങ്ങച്ചത്തിന് ഉപയോഗിക്കണവർ. അതായത് എനിക്ക് പണമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇനി സ്വന്തമായിട്ട് അത്ര നല്ല കാറില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല കാറ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഒരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാറ്റസെങ്കിലും ഇടുക. പണത്തെ പൊങ്ങച്ചത്തിന്, അതായത് പലപ്പോഴും കടം മേടിച്ചിട്ടാണെങ്കിലും പോക്കറ്റിൽ കുറച്ച് കാശും വില കൂടി എന്തെങ്കിലും സാധനങ്ങളും ഒക്കെ ഇൻസ്റ്റാൾമെൻ്റൊക്കെ ആയിട്ടാണെങ്കിലും മേടിച്ചിട്ട്, മലയാളിയുടെ ഒരു സ്വഭാവം ഞാൻ പറയാറുണ്ടേ, ഇൻസ്റ്റാൾമെൻ്റായിട്ട് കിട്ടിയാൽ ആനയും മേടിക്കുമെന്ന്. മനസ്സിലായി? പൊങ്ങച്ചത്തിന് വേണ്ടി. പിന്നെ ഒരു കൂട്ടരുണ്ട്, പണത്തെപ്പറ്റി എപ്പോഴും ജാഗരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. ഉറക്കമില്ല അവർക്ക്. ആദ്യം പിടിച്ച് നടക്കുന്നവർ പിടിച്ച ചിട്ടിയെക്കുറിച്ച്, അടയ്ക്കാനുള്ള EMI അല്ലെങ്കിൽ കൊടുക്കാനുള്ള കാശിനെക്കുറിച്ച്, പണയമിരിക്കുന്ന ഉരുപ്പടിയെക്കുറിച്ച് ജാഗരണപ്പെട്ടിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നവർ. മനസ്സിലായി? അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തെറ്റായ സമീപനങ്ങളാണ്. പണത്തെ തിന്മയായിട്ട് കാണുന്നത്, പണത്തെ ആരാധിക്കുന്നത്, പണത്തെ പൊങ്ങച്ചത്തിന് ഉപയോഗിക്കുന്നത്, പണത്തെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ എപ്പോഴും ജാഗരണപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. നമുക്ക് വേണ്ടത് ബഡ്ജറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. ബഡ്ജറ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക് പണത്തെ സൃഷ്ടിപരമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അതായത് പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കുറേ കൂടി സുഗമമാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പണം. പണം മനുഷ്യന് എന്താണ് ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ ഞാൻ പറയും. അനുഗ്രഹപ്രദമാക്കാൻ നൽകുന്ന നല്ലൊരു മാധ്യമമാണ്. സാമ്പത്തിക ശാസ്ത്രത്തെ ഇതിനെ വിളിക്കുന്ന മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. വിനിമയ മാധ്യമമാണ് പണം. പണം അതിനാൽ തന്നെ മൂല്യമില്ല, അതൊരു വിനിമയമാണ് അല്ലേ? എക്സ്ചേഞ്ച് എന്ന് പറയും അല്ലേ, മണി. അപ്പോൾ പണത്തിന് 3 പർപ്പസാണുള്ളത് പണത്തിൻ്റെ വിനിയോഗമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഒന്ന് ട്രാൻസാക്ഷണറി ഡിമാൻഡ് എന്ന് പറയും. അത് ദൈനംദിന ആവശ്യങ്ങൾ. നമുക്ക് ബസ് കാശ് വേണം, ടിക്കറ്റ് എടുക്കാനേ, അല്ലെങ്കിൽ നമുക്ക് പാല് വേണം, ബ്രെഡ് വേണം, കറി വയ്ക്കാൻ എന്തെങ്കിലും മേടിക്കണം. ദൈനംദിന ആവശ്യങ്ങൾക്ക് ആണ് ട്രാൻസാക്ഷണറി ഡിമാൻഡ്. 2 പ്രിക്കോഷണറി ഡിമാൻഡ് എന്ന് പറയും. അതായത് പണം മുൻകരുതലിന് വേണ്ടിയുള്ളതാണ്, ആസൂത്രണം. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരസുഖം, അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ്, എന്നെ ആശ്രയിച്ച് നടക്കുന്ന ജീവിതങ്ങൾക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലേ, അവർ കഷ്ടപ്പെടരുത്, അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ്. അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ് നമുക്ക് സംഭവിക്കണമെന്നില്ല, കാലാവധി കഴിഞ്ഞ് കിട്ടുന്നൊരു തുക. അങ്ങനെയൊക്കെ ഒരു പ്രിക്കോഷണറി മുൻകരുതൽ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യാവുന്ന പ്രശ്നങ്ങളുമുണ്ട്, പ്ലാൻ ചെയ്യാൻ പറ്റാത്തതുമുണ്ട്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടമോ രോഗമോ
പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മകളുടെ വിവാഹമോ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഒരു വീട് പണിയോ ഇതൊക്കെ മുൻകരുതൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാൻ ചെയ്യാവുന്ന ഇതുണ്ട്, പ്ലാൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കണമെന്ന് പറയും. അടിയന്തര ഫണ്ട്, അടിയന്തരം കൂടാനുള്ള ഫണ്ടല്ല, അടിയന്തരമായിട്ട് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ, അത്യാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കണം. മൂന്നാമതാണ് സ്പെക്കുലേഷൻ ഡിമാൻഡ് എന്ന് പറയും. അത് ഊഹക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പണം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണ്, അതിനകത്തൊരു ഗാംബ്ലിംഗ് പോലെയാണ്, ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം. പക്ഷേ ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഇത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ JM കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഞാൻ ഈ പറഞ്ഞ ട്രാൻസാക്ഷണറി, പ്രിക്കോഷണറി, സ്പെക്കുലേറ്റീവ്. ബഡ്ജറ്റിലേക്ക് വരുന്നതിന് മുമ്പ് പണത്തിൻ്റെ ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് കുടുംബത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. അവരുടെയൊക്കെ വിവരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെറിയ വരുമാനമുള്ളവരൊന്നുമല്ല, വലിയ വരുമാനമുള്ളവരൊക്കെയാണ് പലപ്പോഴും ഈ ആത്മഹത്യക്കൊക്കെ മുതിരുന്നത്. എന്തായിരിക്കും അതിന് കാരണം? അത് കൃത്യമായ വരുമാനവും ചെലവും എല്ലാവർക്കും പ്രശ്നമാണല്ലോ. ചെറു വരുമാനക്കാർക്കും വലിയ വരുമാനക്കാർക്കും, വൻകിട ബിസിനസ് മുതലാളിമാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ കോടികളുടെ കടം പറയും. മിഡിൽ ഇൻകംകാരോട് ചോദിക്കുമ്പോൾ ലക്ഷങ്ങളുടെ കടം പറയും. സാധാരണ അല്ലെങ്കിൽ ലോവർ ഇൻകംകാരോട് ആയിരങ്ങളുടെ കടമായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ കടത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്, ലക്ഷം കോടി എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെയാണ് നമ്മുടെ ബജറ്റിൻ്റെ പ്രസക്തി. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പരാമർശിച്ച സാമ്പത്തിക ആസൂത്രണം അഥവാ ബജറ്റിൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്. എന്താണ് ഒരു സിമ്പിൾ ബജറ്റ്? ഒരു സിമ്പിൾ ബജറ്റിന് 4 കോളമാണ് ഉള്ളത്. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സെഷൻ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് സീരിയസ് ആയിട്ട് എടുക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് എടുക്കാം, വരയ്ക്കാൻ തുടങ്ങാം. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ ഞങ്ങളോടൊപ്പം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് വരച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ കോളത്തിൽ 4 കോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇത് സിമ്പിൾ ബജറ്റാണ്. ഒന്നാമത്തെ കോളത്തിൽ വരുമാനം എഴുതുക. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഭർത്താവിൻ്റെ വരുമാനം കൃത്യമായി ഭാര്യ അറിയണോ? ഭാര്യയുടെ വരുമാനം കൃത്യമായി ഭർത്താവ് അറിയണോ? അച്ഛൻ്റെ അമ്മയുടെ വരുമാനം കൃത്യമായി മക്കൾ അറിയണോ? ഈ ചോദ്യങ്ങളൊക്കെ വീട്ടിൽ ഉയരുന്നു. ഉത്തരം ഇത്രയേ ഉള്ളൂ, കുടുംബത്തിൻ്റെ വരുമാനം എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞ് കിള്ളിപ്പെറുക്കി പറഞ്ഞില്ലെങ്കിലും ഏകദേശ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് വീട്ടിലെ ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വരച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ പലരും എന്നോട് പറയാറുണ്ട്, കാശിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ വഴക്കാണ്, ഈ വീട്ടിൽ വഴക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയമേ മിണ്ടത്തില്ല. അബദ്ധമാണ്. അവിടെയാണ് ആസൂത്രണമില്ലായ്മയും കടക്കണിയിലും വരുന്നത്. രണ്ടാമത്തെ കുളത്തിൽ ഉടൻ തന്നെ ഞാൻ പറയും സമ്പാദ്യമാണ് എഴുതേണ്ടത്. വരുമാനം എഴുതിയാൽ ഉടൻ തന്നെ സമ്പാദ്യം എഴുതണം. അത് മുന്നൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു, കുറഞ്ഞത് 20% വേണമെന്ന്. അപ്പം ഒരു സേവിങ് കോളം എഴുതുക. സേവിങ് കോളത്തിൽ പിടിച്ച ചിട്ടി എഴുതാൻ പാടില്ല, കാരണം പിടിച്ച ചിട്ടി കടമാണ്. പിടിക്കാത്ത ചിട്ടി എഴുതാം, അത് സേവിങ് ആണ്. അപ്പോൾ എവിടെയൊക്കെ ഇടുന്നുണ്ടെന്നുള്ളതാണ്. പല രീതിയിൽ സേവിങ് ചെയ്യാൻ പറ്റും അല്ലേ. ചിലപ്പോൾ സാധാരണക്കാരനൊരു ചിട്ടിയായിരിക്കാം സേവിങ്ങിൻ്റെ ഏറ്റവും നല്ല മാർഗം. ഒരു ചിട്ടി, സാധാരണ കുറി ചേരുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാടൻ ഭാഷയിൽ കുറി ചേരുക. അത് ചിലപ്പോൾ നാട്ടിൻപുറത്തൊക്കെയുള്ള കുറികളായിരിക്കും. പക്ഷേ കുറച്ചുകൂടി വിശ്വസനീയമായത് ബാങ്കിൽ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ്. ബാങ്കിൽ ചെന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പേപ്പറുണ്ട്, അത് മേടിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അവരോട് പറഞ്ഞ ഒരു RD തുടങ്ങണമെന്ന് പറയും, റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയും, RD. അതായത് ആവർത്തിച്ച്. അപ്പോൾ ഒരു കൃത്യത, ഞാൻ പ്രായോഗികമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ എപ്പിസോഡിൽ. ചെറിയ എമൗണ്ട് ആയാലും നമുക്ക് തുടങ്ങാം. 500 രൂപയോ 5000 രൂപയോ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഇത് ബാങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ അവർ തന്നെ ഇത് ഡിഡക്റ്റ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ടോളും. ഞാൻ പറയും, 1 വർഷം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞെന്നാൽ ആ പൈസ എടുക്കാതിരുന്നിട്ട് അതിനൊരു എമർജൻസി ഫണ്ടായിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണം. ഒരു അത്യാവശ്യം വന്നാൽ അല്ലേ എടുക്കാൻ പറ്റി പറ്റും. എടുത്തു കഴിഞ്ഞാൽ ചിലവായി പോകില്ല. അതുകൊണ്ടാണ് അത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുക്കാത്ത RDകളും എടുക്കാൻ തോന്നുന്ന RDകളുമായിട്ട് അങ്ങനെ 2-3 RDകളൊക്കെ ഉണ്ട്. സിമ്പിൾ സാധനം ഞാൻ പറയുന്നത്. ചിട്ടി വിശ്വസനീയമാണെങ്കിൽ ചെയ്യാം. ഞാൻ ചിട്ടിക്ക് എതിരല്ല പറയുന്നത്. കാരണം പലപ്പോഴും ചിട്ടിയുടമ മുങ്ങി
ഉള്ളത് നഷ്ടപ്പെട്ട ഒത്തിരി പേര് എൻ്റെ അടുക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി പേര് എൻ്റെ അടുക്കെ ഫിനാൻഷ്യൽ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അതേപോലെ ഒത്തിരി പേരുടെ കണ്ണുനീര് ഞാൻ ഈ മേഖലയിൽ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് 40 ലക്ഷത്തിൻ്റെ ചിട്ടി തുടങ്ങിയിട്ട് ചിട്ടിക്കാരൻ മുടങ്ങി ഈ 40 ലക്ഷം കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പെരപണി തുടങ്ങിയ ആൾ, പല പ്ലാനിങ്ങുകളും മുടങ്ങിപ്പോയി. വീട് പണി തുടങ്ങിയ ആൾ വീട് പണി തുടങ്ങിയിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യുന്നറിയാം, പലയിടത്തുനിന്നും പലിശയ്ക്ക് കാശ് മേടിച്ചു. അപ്പോഴും ഈ ചിട്ടി കിട്ടുമ്പോൾ കൊടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ചിട്ടി ഉടമസ്ഥൻ മുങ്ങി. അപ്പോൾ ഈ പലിശയ്ക്ക് മേടിച്ച കാശും കടമായി, അതും നഷ്ടമായി, എല്ലാം നഷ്ടമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോകേണ്ട ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് പൊട്ടി കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വാക്ക് പാലിക്കാത്തവനായി ഞാൻ മാറി, കടം മേടിച്ചാൽ കൊടുക്കാത്തവനായി മാറി. ഒന്നും മനഃപൂർവ്വമല്ല. പക്ഷേ ഞാൻ ഒരു ചതിയാനാണ് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ മേടിച്ചിട്ട് കാശ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചിട്ടിക്കെതിരല്ല, ചിട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുന്നു. ബാങ്കിൽ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കിൽ ഇച്ചിരി പലിശ കുറവാണെങ്കിലും ഞാൻ പറയും സേഫാണ്. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എന്താണ് എഴുതേണ്ടത്? ബഡ്ജറ്റിൻ്റെ സമ്പാദ്യം പലർക്കും പലതായിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു സ്വർണം മേടിച്ച് സമ്പാദിക്കുന്നവരുണ്ടാകാം. സ്വർണത്തിനൊരു പ്രദർശന മൂല്യമല്ല ഉള്ളത്, പ്രദർശനത്തിനൊരു നിക്ഷേപ മൂല്യമുണ്ട് സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതാണ് സ്വർണത്തിൻ്റെ മൂല്യം. അല്ലാണ്ട് എന്തിനാ മാതാപിതാക്കൾ, സ്ത്രീധനം നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ്, എന്നിട്ടും എന്തിനാ മാതാപിതാക്കൾ മക്കൾക്ക് സ്വർണം കൊടുക്കുന്നത്? അതിനിത്രയേ ഉള്ളൂ, ഒരു ആവശ്യം വരുമ്പോൾ, അവൾക്കോ അവനോ മകനോ മരുമകൾക്കോ ഒരാവശ്യം വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ്, പെട്ടെന്ന് കാശാക്കി മാറ്റാം. അത് വിറ്റോ പണയം വെച്ചോ ആകാം. അതാണ് സ്വർണത്തിൻ്റെ നിക്ഷേപ മൂല്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് സ്വർണത്തിൻ്റെ മറ്റ് നിക്ഷേപ മൂല്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. സാധാരണക്കാരന് എന്താണ് സ്വർണത്തിൻ്റെ ആവശ്യം? ഇമ്മീഡിയറ്റ് ഫണ്ടായിട്ട് ലിക്വിഡ് ആക്കാനായിട്ട് കറക്റ്റ്. ഇമ്മീഡിയറ്റ് ഫണ്ട് ലിക്വിഡ് ആക്കാൻ വേണ്ടി കറക്റ്റ് വാക്കാണ് ഡെന്നി പറഞ്ഞത്. കാരണം ഗോൾഡ് ഈസ് ലിക്വിഡ് എന്നാണ് ഞങ്ങൾ എക്കണോമിക്സിൽ പറയുന്നത്. ലിക്വിഡ് ദ്രാവക സ്വഭാവമാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് മണി ഈസ് ഓൾസോ ലിക്വിഡ് എന്ന് പറയും. ഒരിടത്തുനിന്ന് മറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കോളത്തിലാണ് നമ്മൾ ഇപ്പം വരുമാനം എഴുതി, സമ്പാദ്യം എഴുതി, ദെൻ കടം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ EMI നമ്മൾ കൊടുത്തു തീർക്കേണ്ടത് ഒരു കടബാധ്യതയാണല്ലോ. അത് ചിലപ്പോൾ വീടിൻ്റെ EMI ആകാം, വണ്ടിയുടെ CC ആകാം. മൂന്നാമത്തെ കുളത്തിൽ അതെല്ലാം എഴുതണം. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയത് ടോട്ടലി ചെയ്ത് വീട്ടിലുള്ള എല്ലാവരും അറിയണം അത് ഈ കടമുണ്ടെന്ന്. ഇന്ന കടകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ഇത്ര ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ LICയിൽ നിന്ന് ഇത്ര ലോൺ എടുത്തിട്ടുണ്ട്, ഇതൊക്കെ എല്ലാവരും അറിയണം. അപ്പോൾ അതിന് നമ്മൾ എല്ലാ മാസവും ഇത്ര തിരിച്ചടവുണ്ട്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓർത്ത് നോക്കിയേ, ചിലവുകൾ ഇതുവരെ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറയും ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി കൂട്ടുക, രണ്ടാമത്തെ കുളവും മൂന്നാമത്തെ കുളവും കൂടി കൂട്ടുക. അപ്പം നമുക്കൊരു തുക കിട്ടും. എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവർ പറ്റുമെങ്കിൽ നിങ്ങൾ ബുക്കിൽ വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ല എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്ന വർക്കാണ് സെക്കൻഡ് കോളം തേർഡ് കോളം കൂടി കൂട്ടി കിട്ടുന്ന തുക ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കുറയ്ക്കുക. ഇച്ചിരി കണക്ക് പിടിപ്പിക്കുക അല്ലേ, നമ്മളിച്ചിരി കണക്ക് പിടിപ്പിക്കുക. 2ഉം 3ഉം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന തുക ഒന്നിൽ നിന്ന് കുറയ്ക്കുക. ആ കിട്ടുന്ന തുകയാണ് ചിലവാക്കുക എന്നുള്ള ലാസ്റ്റ് കോളത്തിൽ എഴുതുന്നത്. സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? നേരെ എല്ലാം തിരിച്ചാണ്. വരുമാനം, ചിലവാക്കൽ കഴിഞ്ഞിട്ട് സമ്പാദ്യം ഇല്ല, കടം കൂടും. ഇവിടെയാണ് അവരുടെയൊക്കെ ബഡ്ജറ്റ് പൊളിയുന്നത്. അപ്പോൾ നാലാമത്തെ കോളത്തിൽ എഴുതുമ്പോൾ ഓർക്കണം, വരുമാനത്തിൻ്റെ ഒരു 50% അവിടെ വേണം കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, ഉള്ള ലോണെല്ലാം എടുത്തു വെച്ചിട്ട് 10-ാം തീയതി ആകുമ്പം എടാ നിൻ്റെ കയ്യിൽ 500 രൂപ, എടാ 1000 രൂപ, ഇങ്ങനെ ചോദിച്ചു കിടക്കുന്ന കോളേജ് പ്രൊഫസർമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും സീറോ ആകും. അപ്പം അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി നമ്മൾ പ്ലാൻ ചെയ്യണം. ലാസ്റ്റ് കോളം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചെലവിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ചിലവുകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട് പണിയെക്കുറിച്ചാണെന്ന് വെച്ചാൽ ചിലവെടുക്കുന്നത്. ഒരു സാധാരണക്കാരൻ വീട് പണിയുവാണെങ്കിൽ 2 മുറി, അടുക്കള, ഇത്രയൊക്കെ മതി അല്ലേ. ഒരു ഡോക്ടറോ വക്കീലോ വീട് പണിയാണെങ്കിൽ അതിനൊരു ഓഫീസ് റൂം വേണം, മനസ്സിലായ? അപ്പോൾ അവരുടെ ചിലവ് വ്യത്യാസമുണ്ട്. ഒരു മന്ത്രിയാണ് വീട് പണിയണമെങ്കിൽ ഒരു 4 ഡ്രോയിങ് റൂം വേണം. 4 ഡ്രോയിങ് റൂം എന്ന് പറയുമ്പോൾ എങ്ങനെ? 1 വിസിറ്റേഴ്സ് വരുന്നു, പാർട്ടിക്കാരായിട്ടുള്ള വിസിറ്റേഴ്സ് വരുന്നു, നാട്ടുകാരായിട്ടുള്ള വിസിറ്റേഴ്സ് വരുന്നു, ബന്ധുക്കളായിട്ടുള്ളവർ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീട് വലുതാകുന്നത്. അല്ലാണ്ട് മന്ത്രി എന്ന് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതല്ല.
മന്ത്രിക്ക് ആവശ്യം, എന്നിട്ടും പലപ്പോഴും പുറത്തായിരിക്കും ആൾക്കാർ. മന്ത്രിമന്ദിരത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല. കാരണം ഇവരൊന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾക്കാരെ കയറ്റാൻ. അപ്പം വീടിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. ഇതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും യാത്രകളും ഒക്കെ വ്യത്യാസമുണ്ട്. പല വീടുകളും മന്ത്രി വീടുകൾ പോലെയാണ്. കറക്റ്റാണ്. ആവശ്യങ്ങൾ അറിയാതെയാണ് പലരും വീട് വെക്കുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയും, ചിലവാക്കുമ്പോൾ 4 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം. നല്ല ചോദ്യം. ഈ 4 ചോദ്യങ്ങൾ എന്നോട് നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ, ഒരു സാധനം ചിലവാക്കാൻ പോകുമ്പോൾ, ഇതെനിക്ക് ആവശ്യ വസ്തുവാണ്, അത്യാവശ്യ വസ്തുവാണ്, അനാവശ്യ വസ്തുവാണ്, ആഡംബര വസ്തു. അപ്പോൾ തന്നെ അതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവും. അതാണ് കറക്റ്റ്. അപ്പം മൈ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ യു എന്നൊരു ബുക്കുണ്ട്, എൻ്റെ തീരുമാനങ്ങൾ അപരനെടുത്തു എന്നുള്ളത്. കാരണം ബിസിനസ് ലോകം പുതിയ പുതിയ പ്രോഡക്റ്റ്സ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഉണ്ടാക്കണം. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഇത് ഔട്ട്ഡേറ്റഡാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നാണമില്ല ഇതുകൊണ്ട് നടക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ iPhone 17 ഇറങ്ങിയിട്ടുണ്ട്, 18 ഇറങ്ങിയിട്ടുണ്ട്, പഴഞ്ചൊണ്ടിരിക്കുന്നത്. അയ്യോ ഈ ലാപ്ടോപ്പാണ്, അല്ലെങ്കിൽ ഈ ഷൂസാണ്, ഇപ്പോൾ എന്തെല്ലാം ഷൂസുണ്ട്. ഇങ്ങനെ മാർക്കറ്റിൽ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം എന്നാലും ബിസിനസ് ലോകം വളരുകയുള്ളൂ, അല്ലേ? കാരണം ഉൽപ്പാദനമാണ് ഇൻകത്തെ സൃഷ്ടിക്കുന്നത്. അപ്പം ഡിമാൻഡ് ഉണ്ടാകണം. ഡിമാൻഡ് ഉണ്ടായാലല്ലേ ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ. ഉൽപ്പന്നം ഉണ്ടായാലല്ലേ തൊഴിലുണ്ടാവുള്ളൂ. ആരും ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ഫാക്ടറികൾ എന്തിനാണ്, അല്ലേ? തൊഴിലുണ്ടെങ്കിലേ വരുമാനം ഉണ്ടാവില്ല. ഇത് എക്കണോമിക്സാണ്, സർക്കിളാണ്. ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകും. അതായത് ചിലവാക്കാൻ ആളുണ്ടാകണം, അപ്പോൾ പ്രോഡക്ട്സ് ഉണ്ടാകണം, ഉൽപ്പാദനം നടക്കണം, അല്ലേ? വരുമാനം സൃഷ്ടിക്കണം, തൊഴിൽ സൃഷ്ടിക്കണം, വരുമാനം സൃഷ്ടിക്കണം, കാശുണ്ട്, പിന്നെ വീണ്ടും അങ്ങോട്ടും. ഇതിങ്ങനെ സർക്കിളായിട്ട് പോകും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എക്കോണമി ഇങ്ങനെ ചലനാത്മകമായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ ആ രീതിയിൽ വരും. പരസ്യങ്ങൾ കണ്ടു, അയ്യോ ഈ സോപ്പിട്ട് കുളിച്ചാൽ ഞാൻ അതുപോലെയാകും, ഈ പേസ്റ്റ് ഇട്ടാൽ, അല്ലേ, ഈ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഇങ്ങനെ. ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണ്ടെന്ന് പറയത്തില്ല, പക്ഷേ ഈ ഉൽപ്പന്നങ്ങളുടെ ഒഴുക്കിൽ എനിക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അവിടെയാണ് ഈ 10-ാം തീയതി ഒരു കാശ് തീർന്നു പോകണം കേട്ടോ. നേരത്തെ ഡെന്നി എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, 10-ാം തീയതി ആകുമ്പോൾ തീർന്നു പോകുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ആവശ്യമുള്ളതിനെ ചൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ പലരുമുണ്ട്. പരസ്യങ്ങൾക്ക് ഞാൻ എതിരല്ല, കാരണം ബിസിനസ് ലോകം വളരണം, അതുകൊണ്ട് അവർ പ്രോഡക്റ്റിന് പരസ്യപ്പെടുത്തണം, അത് നമ്മളാരും എതിരല്ല. പക്ഷേ വിവേകപൂർണമായൊരു തീരുമാനമെടുക്കാൻ കൺസ്യൂമറിന് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരസ്യത്തിനോടൊപ്പം പോകാതെ, പരസ്യങ്ങളൊക്കെ കണ്ടോ കേട്ടോ, പരസ്യത്തിനൊപ്പം പോകാതെ എൻ്റെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമാകണം. എൻ്റെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമാകാതെ വരുമ്പോഴാണ് ഈ കടം കയറുന്നത്. പലർക്കും സംഭവിക്കണ ഈ 4 കോളത്തിലെ 3ാമത്തെ കടം എന്നുള്ള കോളം വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലവിന് അവിടെ ഇല്ല, അപ്പോൾ സമ്പാദ്യം ഇല്ലാണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഇത് താളപ്പിഴ വരുന്നത്. അതെ, ഈ ഒരു 4 കോളം കൂടാതെ ഇപ്പോൾ ജെൻസി പിള്ളേർ പുതിയതായിട്ട് വിനോദത്തിനും കൂടി ഒരു കോളം ഒഴിച്ചിടുകയാണ്. പലപ്പോഴും ഈ ഒരു കോളായിരിക്കും അവരുടെ വലുതായി വരുന്നത്. അപ്പോൾ അവരുടെ വരുമാനത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഒരു 10-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് കാലിയാവുന്നത് എങ്ങനെയാണ്? എത്രത്തോളം അതിന് ഈ ഒരു കോളങ്ങളിൽ പ്രാധാന്യമുണ്ട്? ചെലവ് കോളം തന്നെയാണ്, എന്നാൽ പോലും അവരൊരു സെപ്പറേറ്റ് കോളമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ജെൻസി വന്ന് ജെൻ ആൽഫയിലും കണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? പുതിയ തലമുറ വന്ന് നിൽക്കുന്ന ജെൻ ആൽഫ. ജെൻസി ഇപ്പോൾ വീണ്ടും 90 കിഡ്സ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ജെൻ ഇസഡ് വന്നു ഇടയ്ക്ക്, അല്ലേ? ഇപ്പോൾ ജെൻ ആൽഫ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി വരാൻ ആൽഫ കഴിഞ്ഞ് ബീറ്റ ഗാമയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പഴയ തലമുറയുടെ ജീവിതത്തിലുള്ള സമീപനവും പുതിയ തലമുറയുടെ സമീപനവും വ്യത്യാസമുണ്ട്. പഴയ തലമുറയുടെ ലെഷർ, എൻജോയ്മെൻറ്റ്, വിശ്രമവേളകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് പുതിയ തലമുറയിന് വ്യത്യാസമുണ്ട്. പഴയ തലമുറ ഇതുപോലത്തെ യാത്രകളെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ ബർഗറിനെക്കുറിച്ചും പിസ്സയെക്കുറിച്ചും ഒന്നും അധികം ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ സിനിമ വെള്ളിയാഴ്ച റിലീസാകുമ്പോൾ അന്ന് തന്നെ കാണണമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. യാത്രകൾ, അല്ലേ? അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് വിനോദത്തിനുള്ളൊരു കോളം. ഓഫ് കോഴ്സ് ഡെന്നി പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ മറ്റൊരു സ്ഥലമാണത്. വിനോദം നല്ലതാണ് മനുഷ്യൻ, അല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും പണിയെടുത്ത് എന്നും ജീവിച്ച് ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ജീവിക്കേണ്ടവരൊന്നും അല്ല. ഒരു ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടൊക്കെ ഔട്ടിങ്, എന്നാലേ നമ്മുടെ ടൂറിസം വളരുള്ളൂ. നമ്മുടെ ടൂറിസം വ്യവസായം വളരണമല്ലോ. ആരും എങ്ങും പോകാതിരുന്നാൽ ശരിയാകത്തില്ല. നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി വളരണം, അല്ലേ? ആരും ഒന്നും കഴിക്കാതിരുന്നാൽ ഹോട്ടൽ ഇൻഡസ്ട്രി വളരും. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വളർന്നു വരുന്ന മേഖലകളാണ് ഇതൊക്കെ, ടൂറിസവും ഭക്ഷണം, അല്ലേ? ചിലർ ചോദിക്കാമല്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണത്, പിന്നെ ചിലവാക്കണ്ടേ? നല്ലതാണ്.
പക്ഷേ അതിൻ്റെ ഒരു വീതം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പോൾ ശനി ഞായറുമാണോ പോകേണ്ടത്, മാസത്തിലൊന്നാണ്, 6 മാസത്തിലൊരിക്കലാണ്, എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണോ പോകേണ്ടത്, എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടാണോ പോകേണ്ടത്, ഏത് രീതിയിലാണ്. അപ്പോൾ ചില ഫാമിലികളൊക്കെ ഒന്നിച്ച് ചേർന്നുള്ള ഔട്ടിങ്ങുകൾ പണ്ടത്തേക്കാളേറെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംസ്കാരം വളരുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ടുള്ള വളർച്ച. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ കേരളത്തിലെ കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിന് കടമാണ്, കേരളം കടത്തിലാണ്, പക്ഷേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിനോദയാത്ര ലക്ഷറൊക്കെ അത്യാവശ്യമാണെങ്കിലും അതിന് ഞാൻ എത്ര മാറ്റി വയ്ക്കണം, അതെൻ്റെ എക്സ്പെൻഡിച്ചർ കോളത്തിൽ ഞാൻ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം എക്സ്പെൻഡിച്ചർ കോളത്തിൽ വീട്ടിലെ ചിലവെന്ന് പറയുമ്പോൾ കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ ചാർജും മാത്രമല്ല, അതെൻ്റെ വിനോദത്തിൻ്റെ ചാർജും കൂടിയാണ്. വിനോദത്തിൻ്റെ അപ്പോൾ എക്സ്പെൻഡിച്ചർ കോളത്തിൽ അത് കണ്ടുവെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വിനോദത്തിൻ്റെ കോളത്തിലേക്ക് നേരത്തെ പറഞ്ഞാൽ മാറ്റേണ്ടത്. ഇതെല്ലാം ടാലി ചെയ്ത് പോകണമെന്നുള്ളതാണ്. ടാലി ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസിങ്ങിൽ പോവുക എന്നുള്ളതാണ്. ഇനി ഈ മാസം നമുക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ, ഓണമോ ക്രിസ്മസോ ഒക്കെ ഒരു ഫെസ്റ്റിവൽ സീസണായിപ്പോയി, അതുകൊണ്ട് എനിക്ക് പിടിച്ചിട്ട് ഇത് ടാലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാനതിനെ റെക്ടിഫൈ ചെയ്തിരിക്കണം. അതിനുള്ളൊരു ഇച്ഛാശക്തി എനിക്ക് വേണം. അങ്ങനെ റെക്ടിഫൈ ചെയ്യണം. ഓർക്കണം, വേറൊരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ കോപ്പി അടിക്കരുത്. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അപ്പോൾ ഓരോ കുടുംബത്തിനും നമ്മളിങ്ങനെ പറയില്ലേ, ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളാണ്, അതുകൊണ്ട് വ്യത്യസ്തമായ ഉത്തരങ്ങളുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ടേക്ക് അവേ എന്നുള്ളത്. ആരുടെയും ബഡ്ജറ്റ് കോപ്പി അടിക്കരുത്, ഓരോ കുടുംബവും അവർക്കായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും വ്യത്യസ്ത ബഡ്ജറ്റാണ് ഉള്ളത്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണം എപ്പോഴും അവർ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത്, ഒരു കുടുംബം ഒരുമിച്ച് പ്ലാൻ ചെയ്യേണ്ട ഒരു വലിയൊരു ഘടകമായിട്ട് മാറേണ്ടതാണ്. ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് ഒത്തിരി നല്ല ടിപ്പുകളാണ് മാഡം തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇത്രയും നേരം നമ്മളോടുകൂടെ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത ടീച്ചർക്ക് ഒത്തിരി നന്ദി. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പല സംശയങ്ങളും ഉണ്ടാകും. അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.